പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പിൻവലിച്ച തുക തിരിച്ചടച്ച് CPIM. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പിൻവലിച്ച 1 കോടി രൂപ തിരിച്ചടയ്ക്കാനായി CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്കിലെത്തിയിട്ടുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ നൽകും വിവരങ്ങൾ. ജെയ്സൺ, നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ MM വർഗീസ് ഈ തുക തിരിച്ചടയ്ക്കാൻ എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിവരങ്ങൾ? വിനീത, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻപിലാണ് നിൽക്കുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി രൂപ CPM അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത്. അതിനുശേഷം ഇൻകം ടാക്സിൻ്റെ വലിയ മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് ഇവിടെ നടന്നു. പിന്നീട് അത് വലിയ വിവാദമായി. അതിനുശേഷമാണ് ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് ബാങ്കിലെത്തി 1 കോടി രൂപ തിരിച്ചടയ്ക്കാൻ വേണ്ടി ബാങ്കിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബാങ്കിൽ ഇപ്പോൾ ഷട്ടറുകൾ അടച്ചിട്ട് കഴിഞ്ഞു. ബാങ്കിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല. അപ്പോൾ അകത്തുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ ബാങ്കിൻ്റെ തീരുമാനം തോന്നുന്നു. ഇപ്പോൾ ഈ ബാങ്കിനകത്ത് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഉണ്ട്. ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമായും 1 കോടി രൂപ പിൻവലിച്ചത് നിയമപരമായിട്ടല്ല എന്നതായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായ ആരോപണം. ആ ആരോപണത്തെ അന്ന് വലിയ വിവാദമായിരുന്നു. ഏകദേശം 9 മണിക്കൂറോളം നീണ്ട റെയ്ഡ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നടന്നിരുന്നു. അതിനുശേഷമാണ് MM വർഗീസിനെ ED സംബന്ധിച്ച പല കാര്യങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ആ പണം തിരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ പണം തിരിച്ചടയ്ക്കാനായിട്ടാണ് ഇപ്പോൾ CPM നീക്കം നടത്തുന്നത്. അതിന് പ്രധാനമായും CPM പറയുന്ന നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നത്, ഈ 1 കോടി രൂപ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്തു, ആ 1 കോടി രൂപ ഞങ്ങൾ തിരിച്ചടയ്ക്കുന്നു. അത് തങ്ങളുടെ കൈവശമുണ്ടായിരുന്നു, പാർട്ടിയുടെ കൈവശമുണ്ടായിരുന്നു, ആ തുക തിരിച്ചടയ്ക്കുന്നു എന്നതാണ് CPM വ്യക്തമാക്കുന്നത്. സംബന്ധിച്ച് നിയമോപദേശം CPMന് ലഭിച്ചിട്ടുണ്ടെന്നാണ് CPM വൃത്തങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻകം ടാക്സിൻ്റെ ഉദ്യോഗസ്ഥരും ബാങ്കിൽ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇപ്പോൾ ഷട്ടറുകളിട്ട് അകത്ത് എന്ത് നടക്കുന്നു എന്നത് സംബന്ധിച്ച് അറിയാനോ കാണാനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും നടപടികൾ പുരോഗമിക്കുകയാണ്. വിനീത, ജെയ്സൺ, അത് രഹസ്യാത്മകത സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. പക്ഷേ അതോടെ ഈ വിവാദം അവസാനിക്കുമോ? ഈ പ്രശ്നങ്ങൾ തീരുമെന്നാണോ കരുതേണ്ടത്? പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസികളുടെയൊക്കെ അന്വേഷണം ഈ CPMൻ്റെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ED തന്നെ ഈ കരുവന്നൂരിലെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട MM വർഗീസിനെ ചോദ്യം ചെയ്യുമ്പോൾ CPMൻ്റെ ഇത്തരത്തിൽ അക്കൗണ്ടുകൾ സംബന്ധിച്ച രേഖകളൊക്കെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണല്ലോ. ഏതായാലും MM വർഗീസിനെ വീണ്ടും ചോദ്യം ചെയ്യലിനെ വിളിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം നീക്കങ്ങൾ എന്നതും ശ്രദ്ധേയമാണല്ലേ? ഇതിൽ പ്രധാനമായും ഇത് നിയമപരമായി നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയേണ്ടത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നാം ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി പലരുമായി സംസാരിച്ചപ്പോൾ ഇത് സംബന്ധിച്ച 1 കോടി രൂപ ലിക്വിഡ് ക്യാഷായിട്ട് ബാങ്കിൽ കൊണ്ട് അടയ്ക്കാൻ കഴിയുമോ എന്നത് നിയമപരമായ പല രീതിയിലും ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ്. മാത്രമല്ല, റിസർവ് ബാങ്കിൻ്റെ പ്രത്യേക അനുമതി ഇതിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് 1 കോടി രൂപ ലിക്വിഡ് ക്യാഷായി ബാങ്കിലേക്ക് അടയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ ഇൻകം ടാക്സിൻ്റെ പ്രതിനിധികൾ കൂടി ഇപ്പോൾ ബാങ്കിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്നവർ. ഇപ്പോൾ നമുക്ക് ചില ഫോട്ടോസ് നമ്മൾ കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ഫോട്ടോയിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. മറ്റ് ചില ഉദ്യോഗസ്ഥരും അതിന് ചുറ്റുമുണ്ട്. മാധ്യമപ്രവർത്തകരോട് എത്തിയപ്പോഴാണ് ഷട്ടർ ഇടുന്ന സ്ഥിതിയുണ്ടായത്. 1 കോടി രൂപ ക്യാഷായി അടയ്ക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. നമുക്ക് പറയാൻ കഴിയില്ല നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ഏതായാലും CPMൻ്റെ വ്യക്തമായ വാദം എന്ന് പറയുന്നത്, തങ്ങൾ 1 കോടി രൂപ ഇവിടെ നിന്ന് പിൻവലിച്ചിരുന്നു. ആ 1 കോടി രൂപ തങ്ങളുടെ കൈവശം ഉണ്ടായിരുന്നു. ആ കൈവശമുള്ള 1 കോടി രൂപ ലിക്വിഡ് ക്യാഷ് ഞങ്ങൾ ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന് അടയ്ക്കുന്നു. ഇതാണ് CPM പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് നിയമപരമായി സാധുതയുണ്ട് എന്നാണ് CPM വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ടെത്തി പണം തിരിച്ചടയ്ക്കുന്നുള്ള നടപടികളിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത്. പക്ഷേ 1 കോടി രൂപ പോലെ വലിയ തുക കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും നിയമപരമായ ബാങ്കിന് പല കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് അധികൃതരെ കൂടി ഈ ബാങ്കിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എത്ര സമയം എടുക്കുമെന്ന കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ബാങ്കിൻ്റെ ഷട്ടർ ഇട്ടിരിക്കുന്നു. ബാങ്കിൻ്റെ പ്രവൃത്തി സമയം ഏതാണ്ട് 5 മണി കഴിഞ്ഞു എന്നറിയാം. 3 മണി വരെയാണ് ബാങ്കിൻ്റെ പണം ട്രാൻസാക്ഷനുള്ള ഒരു സമയം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷവും ഇപ്പോഴും 5 മണിയായിട്ടും ആ നടപടികൾ തുടരുകയാണ്. ഇത് സംബന്ധിച്ച് നിയമപരമായി നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അത് പറയേണ്ടത് ഇൻകം ടാക്സും ബാങ്കിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ റിസർവ് ബാങ്ക് അധികൃതരുമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയാവുന്നത് 1 കോടി രൂപ പിൻവലിച്ച് തിരിച്ചടയ്ക്കാൻ CPM
ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നു. ആ പണവും തിരിച്ചടയ്ക്കേണ്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. അതിനായി ബാങ്കിൽ എത്തിയിരിക്കുന്നു. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ബാങ്കിലുണ്ട് എന്നതാണ് വിനീത. ശരി, ജെയ്സണും ഏതായാലും ബാങ്കിന് അടുത്ത് തന്നെ തുടരുകയാണ്. MM വർഗീസ് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് പ്രതികരണം തേടാം. എന്താണ് ഉദ്യോഗസ്ഥരുടെ തുടർ നടപടികൾ? ഇത്തരത്തിൽ ജെയ്സൺ സൂചിപ്പിച്ചതുപോലെ 1 കോടി രൂപ അടച്ചതുകൊണ്ട് ഇതിന്റെ നിയമസാധുത എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നിഹാൽ